ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023 നടന്ന GD കോൺസ്റ്റബിൾ എക്സാമിൻ്റെ GK ക്വസ്റ്റ്യൻസ് ആണ്. 20 ചോദ്യങ്ങളുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? മിൽക്ക് ആൻഡ് ഫേസ് ക്രീം ആർ എക്സാമ്പിൾസ് ഓഫ് എമൾഷൻ, എയറോസോൾ, ഫോം, സോൾ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിൽക്കും ഫേസ് ക്രീമും ഏതിൻ്റെ എക്സാമ്പിൾസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിൽക്ക് ആൻഡ് ഫേസ് ക്രീം എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇമൽഷൻ്റെ എക്സാമ്പിളാണ്. ഇമൽഷൻ എന്ന് പറയുന്നത് രണ്ട് ലിക്വിഡ്സ് തമ്മിലുള്ളതാണ്. രണ്ട് ലിക്വിഡ്സ് തമ്മിലുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ ഇമൽഷൻ എന്ന് പറയുന്നത്. അതേസമയം എയറോസോൾ എന്ന് പറയുന്നത് ലിക്വിഡും സോളിഡും, ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഗ്യാസിൽ ചേരുമ്പോഴുള്ളതാണ് നമ്മൾ എയറോസോൾ എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മേഘം, ക്ലൗഡ് എന്ന് പറയുന്നത്, മിസ്റ്റ് എന്ന് പറയുന്നതൊക്കെ എയറോസോളിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഗ്യാസിനകത്ത് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണ് എയറോസോൾ എന്ന് പറയുന്നത്. ആൻഡ് ഫോം എന്ന് പറയുന്നത് പതയാണ്. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതയാണ് വരുന്നത്. അതായത് ഗ്യാസ് ട്രാപ്ഡ് ഇൻ ഗ്യാസ് സോളിഡ് പാർട്ടിക്കിൾസിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മളതിനെ, സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസിൽ ട്രാപ്ഡ് ആണെങ്കിൽ നമ്മളതിനെ ഫോം എന്ന് പറയും. ബേസിക്കലി പതയാണ് ഫോം എന്ന് പറയുന്നത്. ആൻഡ് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് പാർട്ടിക്കിൾസ് ഇൻ ലിക്വിഡ്, അതായത് മഡ് അഥവാ ചളിയൊക്കെ എന്ന് പറയുന്നത് സോളാണ്. അത് നമുക്ക് ആ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെള്ളവും അതേപോലെ തന്നെ മഡിൻ്റെ പാർട്ടിക്കിൾസും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി മോട്ടീവ് ഓഫ് എ പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റി? പ്രൈമറി മോട്ടീവ് എന്താണ്? ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം എന്താണ് ഒരു പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റിയുടെ? ഓപ്ഷൻസ്: പബ്ലിക് വെൽഫെയർ, പ്രോഫിറ്റ്, പ്രൊമോട്ട് ഗവൺമെൻറ് പോളിസീസ്, ചാരിറ്റി. എന്താണ് ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്? എപ്പോഴും പ്രോഫിറ്റ് തന്നെയായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഡാഷ് ഇൻഡിവിജ്വൽസ്. മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ സർവീസസ് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ചോദ്യം മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് സർവീസ് ആണെന്നുള്ളതായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഇല്ലീഗൽ ഇൻകം, ഹൈ ഇൻകം, ലോ ഇൻകം, എക്സ് ആർമി ഇൻകം. അപ്പോൾ നമുക്കറിയാം മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ ഇൻകം ഉള്ളവർക്ക് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ വേസ്റ്റ് വി ജനറേറ്റ് ഇസ് ബയോഡീഗ്രേഡബിൾ, നോൺ ബയോഡീഗ്രേഡബിൾ. ഓപ്ഷൻസ് നോക്കിയാൽ കോഡ്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? either 1 or 2, only 2, both 1 and 2, only 1. അപ്പം വേസ്റ്റ് വി ജനറേറ്റ്, നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള വേസ്റ്റും ഉണ്ട്. ബയോഡീഗ്രേഡബിളും ഉണ്ട്, അതേപോലെ തന്നെ നോൺ ബയോഡീഗ്രേഡബിളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താണ്? രണ്ട് തരത്തിലുള്ളതായതുകൊണ്ട് നമ്മുടെ ആൻസർ ബോത്ത് 1 and 2 ആണ്. അടുത്തത്: ഹൂസ് പ്രശസ്തി വാസ് ഫൗണ്ട് ഓൺ ദി അശോകൻ പില്ലർ അറ്റ് അലഹബാദ്. അലഹബാദിലെ ആരുടെ പ്രശസ്തിയാണ് അശോകൻ പില്ലറിൽ കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ചന്ദ്രഗുപ്ത, സമുദ്രഗുപ്ത 2, ചന്ദ്രഗുപ്ത 2. അപ്പോൾ ആൻസർ വരുന്നത് സമുദ്രഗുപ്തയാണ്. നമ്മൾ ഈ പ്രശസ്തിയെ, അലഹബാദിലുള്ള ഈ അശോകൻ പില്ലറിൻ്റെ പ്രശസ്തിയെ നമ്മൾ പറയുന്നത് പ്രയാഗ് പ്രശസ്തി എന്നും കൂടി പറയാറുണ്ട്. പ്രയാഗ് പ്രശസ്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രയാഗ് പ്രശസ്തി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അലഹബാദിലാണ്. ആൻഡ് ഹൂസ് പ്രശസ്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് സമുദ്രഗുപ്ത. അടുത്തത്: ഹൂ ഈസ് ഇലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് വുമൺ മെമ്പർ ഓഫ് രാജ്യസഭ ഇൻ ഇന്ത്യ ഫ്രം നാഗാലാൻഡ് ഇൻ April 2022? സോ April 2022 ഫസ്റ്റ് വുമൺ മെമ്പർ ഓഫ് രാജ്യസഭയാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രം നാഗാലാൻഡിൽ നിന്നുള്ള ആദ്യത്തെ വനിതയാണ്. അവരുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ: മിരിയം രംഗ്മ, ഫാങ്നോൺ കോന്യാക്, പ്രിയങ്ക ഗാന്ധി, ജാസ്മിൻ അസീലിയാണ്. ആൻസർ വരുന്നത് ഫാങ്നോൺ കോന്യാക് ആണ്. ഇവരാണ് നാഗാലാൻഡിൽ നിന്നും രാജ്യസഭയിലേക്ക് വന്ന ആദ്യത്തെ വനിത. നെക്സ്റ്റ് വൺ: ദ ഡാഷ് അമെൻമെൻറ്റ് ഇൻ ദ ഇയർ 2020 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്റ്റെൻഡഡ് ദ റിസർവേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. സോ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഏത് അമെൻമെൻറ്റ് ആക്ട് ആണെന്നാണ് ചോദ്യം. ദ ഇയർ 2020 വരുന്നത്. ഓപ്ഷൻസ്: 105, 104, 107, 106. 104 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് വേറൊരു പ്രത്യേക കാര്യം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇത് രണ്ടും ക്യാൻസലും കൂടി ചെയ്തു. അതെടുത്ത് മാറ്റുകയും കൂടി ചെയ്തതാണ് ഈ പറയുന്ന 104th അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ ക്യാൻസൽ ചെയ്തു. ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ക്യാൻസൽ ചെയ്തു. പ്ലസ് ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ റിസർവേഷൻ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ. ഏത് സമയത്താണ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നാണ് ചോദ്യം വരുന്നത്.
ഡിസംബർ 1929, ഒക്ടോബർ 1930, മാർച്ച് 1931, ഡിസംബർ 1931. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഡിസംബർ 1931 ആണ് ആൻസർ വരുന്നത്. കാരണം സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1931 മുതൽ ഡിസംബർ 1931 വരെയാണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് അതാണ് ആൻസർ വരുന്നത്. മാർച്ച് വരുന്നില്ല, മാർച്ച് 1931 അതിനകത്ത് ഉൾപ്പെടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th one, fundamental duties were included in the Indian Constitution on the recommendation of Mandal Commission, Administrative Reform Commission, ഷാ കമ്മീഷൻ, സ്വരൺ സിംഗ് കമ്മിറ്റി. സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ സംബന്ധിച്ച് നേരത്തെയും ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആരുടെ റെക്കമെൻഡേഷനാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. അടുത്തത്, ഛട്ട് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗോഡ്സ്? നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഛട്ട് പൂജ എന്ന് പറയുന്നത്. ഈ ഒരു ആഘോഷം ഏത് ദൈവത്തിന് ഡെഡിക്കേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാമ, സൂര്യദേവ്, കൃഷ്ണ, ശിവ. ഉത്തരം വരുന്നത് ഛട്ട് പൂജ ഇസ് ഡെഡിക്കേറ്റഡ് ടു ദി ഗോഡ് സൺ സൂര്യദേവിന് ഡെഡിക്കേറ്റഡ് ആണ്. അടുത്തത്, ആസ് പെർ ഫിഫ റൂൾസ് ദ സർക്കംഫറൻസ് ഓഫ് എ ഫുട്ബോൾ ബോൾ യൂസ്ഡ് ഇൻ ഒഫീഷ്യൽ സാങ്ഷൻഡ് മാച്ചസ് must measure between 24 and 25 inches, 25 and 26 inches, 27 and 28 inches, 29 and 30 inches. അപ്പോൾ നോക്കുക ആൻസർ. ഈ ഫിഫ റൂൾസ് അനുസരിച്ച് സർക്കംഫറൻസ് ഓഫ് എ ഫുട്ബോൾ എന്ന് പറയുന്നത്, ഫുട്ബോളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 27-28 ഇഞ്ചിൻ്റെ ഇടയിലായിരിക്കണം. ബിറ്റ്വീൻ 27 ആൻഡ് 28 ഇഞ്ചസ്. ഇനി സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചതെങ്കിൽ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ബിറ്റ്വീൻ 68 സെൻറ്റിമീറ്റർ ആൻഡ് 70 സെൻറ്റിമീറ്റർ. 68 സെൻറ്റിമീറ്ററും 70 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലായിരിക്കണം സർക്കംഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ പറയുന്നത്, 22 സെൻറ്റിമീറ്റർ. ഇനി അത് ഇഞ്ചസിലാണ് ചോദിക്കുന്നതെങ്കിൽ 8.65 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പം ഇതുപോലെയുള്ള സ്പോർട്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ നേരത്തെ കണ്ടു, ഷോട്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ GD കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. ഇതിലും അങ്ങനെ ഒരു ചോദ്യം കാണുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമർലി നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ഫോക്ക് ഡാൻസ് ഫോംസ് ഓഫ് പഞ്ചാബ്? ഓപ്ഷൻസ് ഭാംഗ്ഡ, ലാവണി, ലുഡി ആൻഡ് ഗിദ്ദ. നമുക്കറിയാം ഭാംഗ്ഡ എന്ന് പറയുന്നത് പഞ്ചാബിലെ ഒരു ഫേമസ് ഫോക്ക് ഡാൻസ് ആണ്. ലുഡിയും ഗിദ്ദയും അതെ. അതേസമയം ലാവണി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഫേമസ് ഫോക്ക് ഡാൻസ് ആണ്, മഹാരാഷ്ട്ര. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയർ ഓഫ് ദി എർത്ത് ഇസ് കമ്പോസ്ഡ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻറ്റൽ? ക്രസ്റ്റും അപ്പർ മാൻറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ലിത്തോസ്ഫിയർ, മിസോസ്ഫിയർ, ഔട്ടർ കോർ, എസ്തനോസ്ഫിയർ. എന്നാണ് ആൻസർ വരുന്നത്. ഏതാണ്? ലിത്തോസ്ഫിയറിലാണ് ക്രസ്റ്റും അപ്പർ മാൻറ്റലും വരുന്നത്. 14th question, who among the following was conferred a doctorate by the Akhil Bharatiya Gandharva Mahavidyalaya in 1981? അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇതെന്ന് പറയുന്നത് ഈ അഖിൽ ഭാരതീയ ഗന്ധർവ മഹാവിദ്യാലയ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് മ്യൂസിക്. സോ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് മ്യൂസിക് വരുമ്പോൾ നമുക്ക് അമല അക്കിനേനി ഒഴിവാക്കാൻ പറ്റും. പിന്നെ വരുന്നത് പണ്ഡിറ്റ് ബിർച്ചു മഹാരാജ്, കേലുചരൺ മഹാപാത്ര ആൻഡ് MR കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ 1981 ഈ ഒരു ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് കേലുചരൺ മഹാപാത്രയാണ്. ഇദ്ദേഹം ഒഡീസി ഡാൻസിൻ്റെ എക്സ്പൊണൻ്റ് ആണ്. ഒഡീസി ഡാൻസ്, ഒഡീസി കലാരൂപ നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഹൂ ബിക്കെയിം ദ സെക്കൻഡ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ? സെക്കൻഡ് ലഫ്റ്റനൻറ്റ് ഗവർണറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓപ്ഷൻസ് ഗിരീഷ് ചന്ദ്ര മുർമു, മനോജ് സിൻഹ, പ്രഫുൽ പട്ടേൽ, രാധാകൃഷ്ണ മാഥൂർ. RK മാഥൂറാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ശ്രീ മനോജ് സിൻഹയാണ്, സെക്കൻഡ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അടുത്തത്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ? ഓപ്ഷൻസ് 1982, 87, 84, 83. സോ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1984 അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്റർ? അപ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് ലിവിങ്, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി. ഇതിൽ നമുക്ക് ഓഡ് വൺ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി, ഒരാൾ എത്ര വയസ്സ് വരെ ജീവിക്കും എന്നുള്ളതും. അതേപോലെ തന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയും അതേപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി എല്ലാം ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. സോ നമുക്ക് അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്തത്, ദ മെയിൻ എയിം ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷനെ സംബന്ധിച്ച് ഒരു ചോദ്യം എപ്പോഴും എല്ലാ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും GD കോൺസ്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെയിൻ എയിം ആണ് ഗ്രീൻ റെവല്യൂഷൻ്റെ വാസ് ടു ഇൻക്രീസ് the production of high yielding variety of food crops, increase the total area of land, decrease the production of milk, decrease the consumption of chlorofluorochemicals. അപ്പോൾ നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതുള്ളതാണ്? ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഹൈ യീൽഡിംഗ് വെറൈറ്റി ഓഫ് ഫുഡ് ക്രോപ്സ്. സോ ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഗ്രീൻ റെവല്യൂഷനെ സംബന്ധിച്ചുള്ളത് തന്നെയാണ്. വെൻ ഡിഡ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ടഡ്? So start. When did the first phase of Green Revolution start? Okay, started alla. So mid-1960s, mid-1970s, mid-1980s, mid-1950s. So answer വരുന്നത് എന്താണ്? ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് 1960s സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 157 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ് ടു ബി ഫുൾഫിൽഡ് ഫോർ എ പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ഗവർണർ ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓൾറെഡി ആർട്ടിക്കിൾ 157 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അപ്രകാരം എന്ത് ക്വാളിഫിക്കേഷനാണ് ഒരു ഗവർണർക്ക് വേണ്ടത് എന്നാണ് ചോദ്യം. അതിലും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹി ഓർ ഷീ ഷുഡ് ബി എ സിറ്റിസൺ, ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഹി ഓർ ഷീ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 years ഓഫ് ഏജ്. അപ്പം ഇതിലേതാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും വേണോ, ഇത് രണ്ടും വേണ്ടേ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഉത്തരം എന്താ വരുന്നത്? രണ്ടും വേണം. ഹി ഓർ ഷീ ഷുഡ് ബി എ സിറ്റിസൺ ഓഫ്, ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ, അതേപോലെ തന്നെ 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് 1 and 2 ആണ് നമ്മുടെ ആൻസർ. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്